അവർക്ക് പേടിയാണ് LDF UDF എന്നുള്ള പ്രഷർ. ഇപ്പം ജോസഫ് സാറിന്റെ കൈവെട്ടിയ സമയത്ത് മൻമോഹൻ സിംഗ് ഭരിച്ചുകൊണ്ടിരുന്നത് പേടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ ന്യായീകരിക്കാം. നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ എന്തിനാ പേടിക്കുന്നത്? സഭ എന്തിനാ പേടിക്കുന്നത്? ഇത്രയും ലൈറ്റ് ആയിട്ടുള്ള പത്രക്കുറിപ്പുകളൊക്കെ ഇറക്കി ചിരിക്കാൻ വക നൽകുന്ന പത്രക്കുറിപ്പാണ് നടക്കുന്നത്. അതായത് അത്ര കണ്ടനുമല്ല അത്ര ചക്കിയല്ല എന്നുള്ള രീതിയിലുള്ള പത്രക്കുറിപ്പുകളൊക്കെയാണ് സഭയുടെ പല ഭാഗത്തു നിന്നും വരുന്നത്. ഇത് ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണ്. ഇത് ആരാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാത്ത ഒരു മതവിഭാഗത്തിൽപ്പെട്ട മാത്രം കുട്ടികൾ. ഇപ്പൊ രാവിലെ തുടങ്ങി ഭയങ്കര പ്രഷറായിരുന്നു. അതായത് ഇതിൽ പേരിട്ട് ഇവരുടെ ഇതേപ്പറ്റി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പോലീസ് പിടിക്കും, ഷാജൻ സ്കറിയെ ഭീഷണിപ്പെടുത്തുന്നു, നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നു, പോലീസ് ഭീഷണിപ്പെടുത്തുന്നു, ഓൺലൈൻ ഭീഷണി, ഈ ഭീഷണി എല്ലാം ഉണ്ടായിരുന്നു. പകുതി പേര് വേറെ കമ്മ്യൂണിറ്റിയാണ്, അതാണ് ഇതാണെന്നൊക്കെ. ഞാൻ പൂഞ്ഞാർ സെന്റ് ആന്റണീസിൽ പഠിച്ചയാളാ, 83 പൂഞ്ഞാർ സെന്റ് ആന്റണീസിൽ പഠിച്ചയാളാ. അവിടെ ഇവർക്ക് അവിടെ യാതൊരു റോളുമില്ല. ഇവരവിടെ അനധികൃതമായിട്ട് വന്ന് വണ്ടി കച്ചവടവും മറ്റു പരിപാടികളും എല്ലാം നടത്തി ഏതെങ്കിലും രീതിയിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചവരാണ്. അച്ഛൻ ചോദ്യം ചെയ്തപ്പോൾ പിള്ളേർ പ്ലാൻ ചെയ്തു വന്ന് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് UAPA ക്രൈമിന്റെ പരിധിയിലാണ് ഇത് വരേണ്ടത്. ഇത് NIAക്ക് കൊടുക്കണമെന്നുള്ള അപേക്ഷയാണ് ചർച്ച കൊടുക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് അതാണ്. ഇന്നിപ്പോ ഇടവകയോഗം അത് ചെയ്തിട്ടുണ്ട്, സഭ അത് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇതിനൊരു വേറൊരു പശ്ചാത്തലവും കൂടെ ഉണ്ട്. 5 വർഷം മുമ്പ് ഇതുപോലെ ഇലക്ഷൻ സമയത്താണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പള്ളി ആക്രമിക്കാൻ ശ്രമിച്ച ബോംബ് ശ്രീലങ്ക വെച്ച് പൊട്ടിച്ച് 300 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടത്. അപ്പൊ ഇവിടെ ഇലക്ഷൻ അടുത്തു, 5 വർഷം കഴിഞ്ഞു. ഈസ്റ്റർ സമയത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികൾ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത്. ഈസ്റ്ററിന്റെ സമയത്ത് ആൾക്കാർ ധ്യാനത്തിനും കുരിശിന്റെ വഴിക്കും ഒക്കെ കൂടുതൽ പള്ളിയിൽ വരും. ഇപ്പൊ ഈസ്റ്റർ നോയമ്പിന്റെ കാലമാണ്. അപ്പൊ ഈ കേസ് ഉടനടി NIAക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. അതുപോലെ നാർക്കോട്ടിക് ലോബി ഉണ്ടോ എന്ന് ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ടോ എന്നുള്ളത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ NCB ഈ കേസ് അന്വേഷിക്കേണ്ടതാണ്. കാരണം ഇതിന് ഉപോത്ബലകമായിട്ട് തമിഴ്നാട്ടിലെ ലവ് ജിഹാദി നാർക്കോട്ടിക് ജിഹാദി നെറ്റ്വർക്കിനെ മിനിയാന്ന് ഡൽഹിയിൽ നിന്നുള്ള ആൾക്കാർ പിടികൂടിയിരിക്കുകയാണ്. DMKയുടെ ഫംഗ്ഷണറീസിനെയൊക്കെ അവർ പുറത്താക്കേണ്ടി വന്നു. 3 or 4 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ കുട്ടികൾ ആരെങ്കിലും അവരെ നാർക്കോട്ടിക് ലോബി സ്വാധീനിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ലൈസൻസ് ഇല്ലാത്ത ഈ കുഞ്ഞുങ്ങൾക്ക് വണ്ടി കിട്ടുന്നത്, എങ്ങനെയാണ് അവരത് കൊണ്ടു നടക്കുന്നത്, ഇത് ആ പേരൻസിന്റെ അറിവോടെ തന്നെയാണോ, എങ്കിൽ അവരും കുറ്റക്കാരാണ്. ആ രീതിയിൽ ഈ കേസിനെ നേരായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം ഈ ഇടതു മുന്നണി കയറിയത് പിന്നെ ഒരു സ്റ്റാൻഡിങ് ഓർഡർ, ഓറൽ ആയിട്ടുള്ള ഒരു ഓർഡർ കേരളത്തിലെ നിയമ സംവിധാനത്തിൽ നിലവിലുണ്ട്. ഒരു പ്രത്യേക മതസ്ഥർക്കെതിരെ FIR ഇടുന്നതിന് മുമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കണം, അല്ലാതെ പോലീസുകാർ FIR ഇടാൻ പാടില്ല. അതുപോലെ ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ FIR ഇട്ട് അവനെ സഹായിക്കരുത്, അവന്റെ പരാതി പരിഗണിക്കരുത്. അത് പരിഗണിക്കണമെന്നുണ്ടെങ്കിലും പാർട്ടിയുടെ നിർദ്ദേശം വേണം. അങ്ങനെ ഒരു സെൽഭരണം കേരളത്തിൽ, അതായത് ഭരണഘടനയ്ക്ക് അതീതമായിട്ട് പാർട്ടി നിയമം കയ്യിലെടുക്കുന്ന ഒരു പരിപാടി, കമ്മി ജിഹാദി എക്കോസിസ്റ്റം നിലവിലുണ്ട്. ആ ധൈര്യത്തിലാണ് ഈ ചെറിയ കുട്ടികൾ വരെ നിയമം കയ്യിലെടുക്കുന്നത്. ഇത് ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് പോലീസ്. ഇതൊക്കെ ഈ സംഭവം നടന്ന് 1 മണിക്കൂറിനകം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആരെയും വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല, മീഡിയയെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, സോഷ്യൽ മീഡിയയെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഈ രീതിയിലുള്ള ടെൻഷൻ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കുറ്റം ചെയ്തോ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, ഓക്കെ, കോടതിയിൽ ഹാജരാക്കുന്നു. ആ രീതിയിലുള്ള പ്രൊസീജിയർ ചെയ്യേണ്ടതിന് പകരം ഷാജൻ സ്കറിയയുടെ ഓഫീസിൽ പോയി കുത്തിയിരുന്നുകൊണ്ട് ഇത് വാർത്ത മറയ്ക്കാവുന്നതാണോ ഇവർ വിചാരിക്കുന്നത്? എന്ത് വിവരക്കേടന്മാർ കാണിക്കുന്നതെന്ന് ഓർക്കണം. അതുപോലെ ഈ കേരള കോൺഗ്രസിന്റെ 10 ഗ്രൂപ്പുകൾ ഉണ്ട്. LDFലും UDFലും ആയിട്ട് 10 ഗ്രൂപ്പ് ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ആത്മാഭിമാനമൊന്നും തൊട്ട് തെറിച്ചിട്ടില്ലാത്ത ഈ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളാണ് ഇവരെ അകത്തു നിന്നും സഹായിക്കുന്നത്. അവരെ പുറന്തള്ളാനുള്ള നടപടി, അവരെ ഫിൽട്ടർ ചെയ്യാനുള്ള നടപടി എല്ലാ സഭകളും എടുത്തേ മതിയാവൂ. ഇല്ലെങ്കിൽ സഭയ്ക്ക് ഇവിടെ നിലനിൽപ്പില്ലാത്ത അവസ്ഥയിലേക്ക് വരും. കാരണം ഇൻസൈഡർ ഹെൽപ്പ് ഒരു സ്ഥാപനത്തിനോ ഒരു സംഘടനയ്ക്കോ ശത്രുക്കൾക്ക് ഇൻസൈഡർ ഹെൽപ്പ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിലനിൽപ്പില്ല. നിർഭാഗ്യവശാൽ അത് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ 1965 തുടങ്ങിയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. ഏകദേശം ഒരു 10-40 വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് അവര് ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെയാണ്. കർഷക ബില്ലിനെതിരെ അവർ സമരം ഉണ്ടാക്കി, ഖാലിസ്ഥാൻകാരുടെ കൂടെ പോയി പഞ്ചാബിൽ പോയി സമരം ഉണ്ടാക്കി. അതുപോലെ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടിരുന്ന എല്ലാ ബില്ലിനെതിരെയും, ദേശീയതയ്ക്ക് അനുകൂലമായി കൊണ്ടിരുന്ന എല്ലാ ബില്ലിനെതിരെയും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് ഈ 10 കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും LDFും UDFും. പക്ഷെ അവർ ചർച്ചയ്ക്ക് വിളിച്ചാൽ വരത്തില്ല. ഈ ഒരു കാര്യത്തിൽ ഒരു അനുഭാവം പ്രകടിപ്പിക്കാൻ പോലും വരുന്നില്ല. അപ്പൊ ഈ വോട്ട് ചോദിച്ച് വരുമ്പം കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും കേരളത്തിലെയും ജനങ്ങൾ ഈ ഇടതിനോടും വലതിനോടും ഈ കേരള കോൺഗ്രസ്സുകാരോടും ഒക്കെ ചോദിക്കണം, എന്താണ് നിങ്ങളുടെ നിലപാട്, ഈ ഇതുപോലത്തെ പരിപാടികളിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? സംശയം ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പാലക്കാട്ടിൽ നിന്ന് ഒരു കൊട്ടാരക്കര വരെയോ തിരുവനന്തപുരം വരെയോ ഹൈവേയിൽ കൂടെയും പിന്നീട് അങ്കമാലി MC റോഡിൽ കൂടെയൊക്കെ നമ്മൾ വണ്ടി ഓടിച്ച് റഡാർ ബോട്ട് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്.
അതിട്ട് വണ്ടി ഓടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് ക്യാമറ മുഴുവൻ വെച്ചിരിക്കുന്നത് ക്രിസ്ത്യൻ പള്ളികളുടെ മുമ്പിലാണ്. കാരണം ക്രിസ്ത്യൻ വളരെ വളരെ ആസൂത്രിതമായിട്ടാണ് കേരളത്തിൽ മൊത്തം അത് ചെയ്തിരിക്കുന്നത്. ക്രിസ്ത്യൻ പള്ളികളുടെയോ കുരിശുപള്ളികളുടെയോ മുമ്പിലാണ് ഈ ക്യാമറ മൊത്തം വെച്ചിരിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ക്രിസ്ത്യൻ പള്ളികളിൽ എന്തെങ്കിലും പള്ളികളിൽ എത്തുന്നവരും അത്രയും സുരക്ഷിതമായിരിക്കണം എന്ന നിർബന്ധ സർക്കാരിനുണ്ട്. അതല്ല, പള്ളികളിൽ എത്തുന്നവർക്കിട്ട് ഫൈൻ അടിക്കാൻ വേണ്ടിയാണ്. അബദ്ധവശാൽ ഹെൽമെറ്റ് ഊരുവോ ബെൽറ്റ് ഇടാണ്ടിരിക്കുവോ എന്തെങ്കിലും നിസ്സാര ക്രൈമിന് കൃത്യമായിട്ട് വേറുള്ളവരെ ഇട്ട് കഴിഞ്ഞാൽ നാട്ടിൽ പ്രശ്നം ഉണ്ടാവും. ക്രിസ്ത്യാനി സിറ്റിംഗ് ഡെക്കാണ്, അവൻ പ്രതികരിക്കത്തില്ല. അതുകൊണ്ട് അവനിട്ട് സൂത്രത്തിൽ ഫൈൻ അടിക്കാൻ വേണ്ടി തന്നെയാണ് ഇതിട്ട് വെച്ചിരിക്കുന്നത്. ആ ലൊക്കേഷൻ നമുക്ക് സാധാരണ സ്പീഡ് കൂട്ടുന്നിടത്തോ വളവുള്ളിടത്തോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം നടക്കാൻ ചാൻസ് ഉള്ളതാണ് വേറെ വിദേശ രാജ്യങ്ങളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ക്യാമറ വെക്കുന്നത്, അല്ലെ കുറ്റകൃത്യങ്ങൾ നടക്കാൻ ചാൻസ് ഉള്ളതോ. ഇതങ്ങനെയല്ല. ഒരു ആരാധനാലയത്തിന്റെ, ഒരു പ്രത്യേക മതവിഭാഗക്കാരുടെ ആരാധനാലയത്തിന്റെ മുമ്പിൽ മാത്രം വെക്കുകയും വേറെ ആൾക്കാരെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ വളരെ പ്ലാൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് ഈ 2015 JNUവില് ഇവരെല്ലാരും കൂടെ ഈ UPA മാഫിയയിൽപ്പെട്ട കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ചേർന്ന് വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട്, ആസാദ് കേരളം, കേരൾ മാങ്കെ ആസാദി. അതിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് പല രീതിയിലും പല ഭാവത്തിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കേന്ദ്രം അത്യാവശ്യമായിട്ട് ഇടപെടണം. ഞാൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും ഒരു ഹോം മിനിസ്ട്രിയുടെ ഒരു പ്രതിനിധി സംഘത്തെ, NIAയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും ഉൾപ്പെടുന്ന ഒരു പ്രതിനിധി സംഘത്തെ പൂഞ്ഞാറിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമതായിട്ട് BJPയുടെ ഒരു പ്രതിനിധി സംഘത്തെയും പൂഞ്ഞാറിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് ഇലക്ഷൻ അടുത്ത് വരികയാണ്. കൂടുതൽ അഭ്യാസങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടണം, ഇവിടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള കാര്യം രേഖാമൂലം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ല പ്രൊഫസർ സ്റ്റാൻലി, ഇതൊക്കെ സംഭവിച്ചിട്ടും സഭയ്ക്കും സഭാധ്യക്ഷന്മാർക്കും വലിയ ആകുലതയൊന്നും ഇല്ലല്ലോ. നോക്കൂ, ഒരു വാർത്താക്കുറിപ്പിൽ ഇറങ്ങി, പ്രതിഷേധം നടന്നു, അതൊക്കെ ശരി തന്നെ. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇതിൽ ഹിഡൻ ആയിട്ടുള്ള പല അജണ്ടകളും ഉണ്ട്. ആ അജണ്ടകൾ പുറത്തു വരണമെങ്കിൽ അല്ലേ സഭാ നേതൃത്വം മുൻകൈ എടുക്കണം, സഭാ നേതൃത്വം ആവശ്യപ്പെടണ്ടേ അല്ലേ? സഭാ നേതൃത്വം തീർച്ചയായിട്ടും ആവശ്യപ്പെടണം. അവർ ആവശ്യപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അവരതിന്റെ ആലോചനയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവരുടെ മേലെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രഷർ ഈ LDFും UDFും 10 കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളും മീഡിയയും പോലീസും ഒക്കെ ചേർന്ന് നടത്തുന്നുണ്ട്. വ്യാജമായ ചില പ്രോമിസ്, ഞങ്ങൾ അത് ചെയ്തൊക്കെ അങ്ങനെ ശിക്ഷിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് അവര് മാത്രമല്ല, ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പറഞ്ഞാൽ അത് രാഷ്ട്രീയമായിട്ട് ഇവരുടെ UPA എക്കോസിസ്റ്റത്തിന് ദോഷം ചെയ്യും. അത് BJPക്ക് ചിലപ്പോൾ വോട്ട് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ജനങ്ങൾ സത്യം മനസ്സിലാക്കും. ഇവര് ഈ 10-30 വർഷം കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അതായത് വ്യാജമായിട്ട് ഇവിടെ ഹിന്ദുക്കളെ RSSനെയും BJPയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഇവിടുത്തെ UPA മാഫിയ ഉണ്ടാക്കിയ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ട്. അത് എക്സ്പോസ്ഡ് ആയി. യഥാർത്ഥത്തിൽ ഇവിടെ 2000 വർഷം ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളുടെ കൂടെ സേഫ് ആയിരുന്നുവെന്നും ഇനി അടുത്ത 2000 വർഷവും ഹിന്ദുക്കളുടെ കൂടെ ക്രിസ്ത്യാനികൾ സേഫ് ആണെന്നും ഇപ്പോൾ മെജോറിറ്റി ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റിന്റെ കൂടെയോ ജിഹാദിയുടെ കൂടെയോ ഒരു ദിവസം പോലും ഒരു ക്രിസ്ത്യാനിയും സഭയും സേഫ് അല്ല എന്ന കാര്യവും ക്രിസ്ത്യാനികൾ മനസ്സിലാക്കിയിരിക്കുന്നു.